ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു ഈസി എഗ് പഫ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഓവനോ കുക്കറോ ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ തന്നെ എങ്ങനെയാണ് എഗ് പഫ്സ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു എഗ് പഫ്സ് തയ്യാറാക്കാൻ ഞാനിവിടെ ഒരു 1.5 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഈ ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ തന്നെ വേണമെന്നില്ല, നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഏത് കുക്കിംഗ് ഓയിൽ ആയാലും ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്തിട്ട് അത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനത് പൊടി അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് കുറേശ്ശെ ഇതുപോലെ ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ ഒക്കെ ആ ഒരു പരുവത്തിൽ തന്നെ ഇതുപോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കറക്റ്റ് നന്നായിട്ട് തന്നെ ഇതിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് വെള്ളമാണല്ലോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം ഇപ്പോൾ ബാക്കിയാണ്. അപ്പോൾ നമ്മളൊരു 1.5 കപ്പ് പൊടിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 3/4 കപ്പ് വെള്ളമൊക്കെ നമുക്ക് മതിയാവും. ഇനി നമ്മളിത് കുഴച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മാവിൽ കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് കവർ ചെയ്ത് വെക്കാം കേട്ടോ. നമ്മൾ ഒരു മസാല ഒക്കെ തയ്യാറാക്കുന്ന സമയത്തേക്ക് ഇത് ഡ്രൈ ആവാതിരിക്കാനാണ് ഇതുപോലെ നമ്മളൊന്ന് ഓയിൽ പുരട്ടി വെക്കുന്നത്. അപ്പോൾ ഇതാ മസാല തയ്യാറാക്കാൻ ഞാൻ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു വലിയ സവാള ഇങ്ങനെ കനം കുറഞ്ഞ് സ്ലൈസ് ചെയ്ത് എടുത്തത് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ വലുതൊക്കെ ആണെങ്കിൽ 1 തന്നെ മതിയാവും, അല്ലെങ്കിൽ നമുക്ക് ചെറുതൊക്കെ ആണെങ്കിൽ 2 സവാള വേണ്ടി വരും. അതിനുശേഷം പിന്നെ ഒരു വലിയ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ സവാള സോഫ്റ്റ് ആവാൻ ഞാനിതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ സവാള നന്നായിട്ട് ഒന്ന് സോഫ്റ്റായി കിട്ടുന്നവരേക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരുപാട് കളർ ചേഞ്ച് ആയിട്ട് എടുക്കണ്ട കേട്ടോ. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഒരു മസാല ആണ് ഇത്. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഗരം മസാല ആണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് സ്പൈസി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി അല്ലെങ്കിൽ കുരുമുളക് പൊടി ഏതെങ്കിലും ഒന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മസാല ആണ് നമ്മൾ ഈ കുരുമുളക് പൊടിയും മുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് തയ്യാറാക്കുന്ന സമയം കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത ഒരു തക്കാളിയുടെ പകുതിയാണ്. അതുപോലെ ഇതാ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു തക്കാളി പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടാൻ ഞാനൊന്ന് കവർ ചെയ്തിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുവാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ തക്കാളി പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടും. അപ്പോൾ ആ തക്കാളിയൊക്കെ നല്ല പോലെ വെന്ത് നമ്മുടെ മസാല ഇവിടെ റെഡിയാണ്. ഞാൻ അല്പം ഫ്രഷായിട്ടുള്ള മല്ലിയില കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഇളക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മാവ് ഇവിടെ ഇരിപ്പുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 4 ഈക്വൽ പോർഷൻ ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇതിന് ഓരോന്ന് നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് നല്ല പോലെ നമ്മുടെ ചപ്പാത്തിയുടെയൊക്കെ ആ ഒരു റൗണ്ടിൽ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് മേലെ നമുക്ക് കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഓയിലിന് പകരം നമുക്ക് വേണമെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് ശേഷം നമുക്കതിൻ്റെ മേലേക്ക് കുറച്ച് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പോലെ നമ്മുടെ മടക്ക് ചപ്പാത്തിയൊക്കെ തയ്യാറാക്കുന്ന രീതിയിൽ വന്നത് 4 സൈഡ്സും ഉള്ളിലേക്ക് ആവുന്ന രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്.
അപ്പോൾ ഒന്നിവിടെ ഞാൻ നന്നായിട്ട് അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് 4 സൈഡ്സ് വരുന്ന രീതിയിൽ ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ആ ബാക്കിയുള്ള 3 എണ്ണം ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ സ്പീഡിൽ കാണിക്കാം. അപ്പോൾ ഇത് 4 എണ്ണം ഞാനിതുപോലെ ഫോൾഡ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഇത് ഓരോന്നിൻ്റെ മേലെ ആയിട്ട് കുറച്ച് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഓയിലൊന്നും അപ്ലൈ ചെയ്യേണ്ട, ജസ്റ്റ് ഇതുപോലെ കുറച്ച് പൊടി മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് അടുത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചത് അതിൻ്റെ മേലെ വെക്കാം. എന്നിട്ട് അതിലും ഇതുപോലെ തന്നെ കുറച്ചുകൂടെ പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ 4 എണ്ണം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 4 എണ്ണം ഞാനിവിടെ ലെയറാക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കരുത്, ചെറിയൊരു തിക്നെസ്സോട് കൂടി വേണം നമുക്കിത് പരത്തിയെടുക്കാൻ. മാക്സിമം സ്ക്വയറിൽ തന്നെ പരത്തിയെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇതുപോലെ സ്ക്വയറിൽ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നും വരില്ല. ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള എഗ് പഫ്സിൻ്റെ റെസിപ്പിയിൽ റൗണ്ടിൽ പരത്തിയിട്ടായിരുന്നു ചെയ്തിരുന്നത്. കുറച്ച് നമുക്കങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ വേസ്റ്റായിട്ട് പോവില്ല മാവുന്ന് കട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത് കറക്റ്റ് ഇതുപോലെ സ്ക്വയറിൽ പരത്തിയെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ വേസ്റ്റ് ഒന്നും വരില്ല. ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുകയാണെങ്കിൽ അത്രയും നമുക്ക് വേസ്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഞാനിതാ നല്ല വലുപ്പത്തിൽ തന്നെ ഇതിവിടെ പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിനക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ആക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഞാനിനി പപ്സ് തയ്യാറാക്കാനുള്ള ഷീറ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഞാനൊരു 6 പീസസ് ആക്കിയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു അളവിൽ നമുക്ക് 8 എണ്ണം വരെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതാ കറക്റ്റ് 6 എണ്ണം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു പീസാണിത്. ഈ ഒരു തിക്നെസ്സിൽ പരത്തിയെടുക്കുകയാണെങ്കിൽ കറക്റ്റ് ഇതാ അതുപോലെ ഇത് ലെയറായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഒരുപാട് തിന്നാവാണ്ട് കുറച്ചൊരു തിക്നെസ്സോട് കൂടി തന്നെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെയും സെൻറ്ററിലായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല അതുപോലെ തന്നെ ഒന്നങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി മസാലയുടെ മേലെ വെക്കാനുള്ള 3 എഗ്ഗ് ഞാനിവിടെ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ 6 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിന് നമുക്ക് ഓരോ പീസ് എടുത്തിട്ട് ഈ ഒരു മസാലയുടെ മേലെ വെക്കാം. അപ്പോൾ മസാലയും എഗ്ഗൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പപ്സിൻ്റെ ആ ഒരു ഷേപ്പ് ഇതാക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ 4 കോർണറും ഇതുപോലെ സെൻറ്ററിലേക്കായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് എടുക്കുകയേ വേണ്ടൂ. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിത് കുക്ക് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇഡ്ഡലി തട്ടിലാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി തട്ടിലല്ല കുക്കറിലാണെന്നുണ്ടെങ്കിൽ കുക്കറിൽ തയ്യാറാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇത് അതുപോലൊരു ഇഡ്ഡലി തട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇഡ്ഡലി തട്ടിന് പകരം നമുക്ക് നമ്മുടെ സ്റ്റീമറിനകത്തുള്ള ഇതുപോലെയുള്ള ഒരു തട്ടുണ്ടെങ്കിൽ അതിലും തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതൊന്ന് എടുക്കുക. അപ്പോൾ ഞാനിവരെ ഇഡ്ഡലി തട്ടിലാണ് ഇപ്പോൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോന്നും ഇഡ്ഡലി തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ പപ്സിന് നല്ല ഒരു കളർ കിട്ടാനും നമുക്ക് ജസ്റ്റ് ഒന്ന് എഗ് വാഷ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു എഗ്ഗ് പൊട്ടിച്ചിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. ഇതിന് പകരം നമുക്ക് പാല് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ഒരു കളർ കിട്ടും. നല്ല ഒരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്, ഒട്ടും നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ ചെറിയൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഇഡ്ഡലി തട്ട് വെക്കാം. അതിനുശേഷം ഇത് കവർ ചെയ്യാം. കവർ ചെയ്യുന്ന സമയത്ത് ഇത് അതുപോലെ ചെറിയ ഹോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു ന്യൂസ് പേപ്പറിൻ്റെ പീസ് വെച്ചിട്ട് അതൊന്ന് അടച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 35 മിനിറ്റ് നേരം കുക്ക് ചെയ്യുമ്പോഴേക്കും ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഗോൾഡൻ കളറായിട്ട് നമ്മുടെ പപ്സ് റെഡി ആയി കിട്ടും. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി വെച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ല ക്രിസ്പി എഗ് പഫ്സ് ഇവിടെ റെഡിയാണ്. നേരത്തെ നമ്മളിത് കുക്കറിൽ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് കുക്കിംഗ് ടൈം ഒരുപാട് ആവശ്യമായിട്ട് വന്നിട്ടില്ല, 10 മിനിറ്റ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റെസിപ്പി കാണണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, അതും കൂടെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്